ഹായ് ഹലോ അസ്സലാമു അലൈക്കും. സുഖമല്ലേ? കുറേ കാലമായില്ലേ കുക്കിംഗ് വീഡിയോ ചെയ്തിട്ട്. അത് ചെയ്യാനിട്ട് അതിൻ്റെ അത് കാണാനുണ്ട്, വ്യൂസൊക്കെ കുറവാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഞാനും എൻ്റെ അടുപ്പും കേട്ടോ സബ്ജക്റ്റ്. അപ്പോൾ ഞാൻ അടുപ്പിനും പറ്റി ഒന്ന് വിവരിക്കാമെന്ന് വിചാരിച്ചു. അടുപ്പിനെ പറ്റി ഇപ്പം എന്തൊക്കെയാണ് ഇപ്പോൾ വിവരിക്കാനുള്ളത് എന്ന് വിചാരിച്ചു. കുക്കിംഗ് വീഡിയോയും കൂടി ഇടാം. അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത്, ഇതിൽ കാണിക്കാൻ പോകുന്നത് പൊട്ടറ്റോ മെഴുക്ക് പുരട്ടിയും വെണ്ട ചാറുമാണ് കേട്ടോ. പൊട്ടറ്റോ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കി നോക്കാത്തവരൊന്നും ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റാണ്, കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും. ആദ്യം പൊട്ടറ്റോ ചെറുതാക്കി അരിഞ്ഞിട്ട് ചീരിമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പും തേച്ച് പുരട്ടി വെക്കുക. പിന്നെ ഒരു ഉള്ളി, പച്ചമുളക്, കറിവേപ്പില, കടുക് പൊട്ടിച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയിട്ട് ഇതിട്ട് വേവിക്കുക. അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അടുപ്പ് നിറഞ്ഞിരിക്കുന്നത് നോക്കണ്ട. ഇവിടെ മഴക്കാലമായതുകൊണ്ട് നമ്മൾ ചെമ്പൊക്കെ തേച്ച് കഴുകിയിട്ട് ഉണങ്ങാൻ വേണ്ടി വെക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അത് ആ പൊട്ടറ്റോ മെഴുക്ക് പുരട്ടിയായി ഞാൻ സ്പീഡാക്കിയതാണ് കേട്ടോ, സ്ലോ ആക്കി ഇങ്ങനെ ബോറടിപ്പിക്കണ്ടെന്ന് കരുതി. അപ്പോൾ വെണ്ട ചാറ് വെക്കുകയാണേ. അപ്പോൾ ഞാൻ ആദ്യം വെണ്ട ഇച്ചിരി വെളിച്ചെണ്ണയിൽ ആദ്യം ഒന്ന് വഴറ്റിയെടുക്കുക ചെയ്യുക. എന്നാൽ പെട്ടെന്നാവും, നമ്മൾ വെക്കാനും നല്ല ടേസ്റ്റും ഉണ്ടാവും കേട്ടോ. ജസ്റ്റ് ഒന്ന് വഴറ്റിയിട്ട് പിന്നെ ഞാൻ ഇച്ചിരി കൂടി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പിന്നെ വെളുത്തുള്ളി, ചെറിയ 2 അല്ലി വെളുത്തുള്ളി ചതച്ചത്, 2-3 അല്ലി വെളുത്തുള്ളി ചതച്ചതും, ഉലുവ പൊട്ടിച്ചിട്ട് വെളുത്തുള്ളി ചതച്ചതും, പച്ചമുളക്, കറിവേപ്പില ഇട്ടിട്ട് പിന്നെ തക്കാളി വഴണ്ടിട്ട് പിന്നെ വെണ്ട ഇടും. എന്നിട്ട് പിന്നെ മല്ലിപ്പൊടി 1 സ്പൂണ്, മഞ്ഞൾപ്പൊടി 1 സ്പൂണ്, മുളക് പൊടി 1 സ്പൂണ്. പിന്നെ എരിവിനനുസരിച്ച് ഞങ്ങൾ എരിവിനനുസരിച്ച് ഇടാം കേട്ടോ. അപ്പോൾ ഉലുവയിൽ സ്പൂണ് ഞാൻ എടുക്കാൻ വിട്ടു, കയ്യിലെടുത്തതാണ്. ഒരു 3 അല്ലി വെളുത്തുള്ളി ചതച്ചാണ്. വെളുത്തുള്ളി മസ്റ്റാണ്, അതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെ. നമ്മൾ വെണ്ട മുളകിട്ടതായാലും ചാറായാലും വെളുത്തുള്ളി ചതച്ച് ചേർത്താൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇതൊരു വലിയ തക്കാളി കേട്ടോ. അപ്പോൾ ചാറായതുകൊണ്ട് 1 മതി. പിന്നെ മുളകിടുകയാണെങ്കിൽ 2-3 വേണം. രണ്ട് മുളകിട്ടത് ഞാൻ മുന്നേ ചാനലിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം ആരൊക്കെ എപ്പോഴും അടുപ്പിൽ യൂസ് ചെയ്യും, പിന്നെ ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ട് എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അടുപ്പിൻ്റെ ഇത് നോക്കണ്ട. ഇത് അവിടെ 1 കൈക്കൽ കൂട്ടി 3 തുണിയുണ്ട് അവിടെ. കൈക്കൽ കൂട്ടി കൈ തുടക്കുന്നത്, പാത്രം തുടക്കുന്നത്, പിന്നെ നമ്മൾ അടുപ്പ് തുടക്കാൻ ഉപയോഗിക്കുന്നതാണ് ഈ റെഡ് ക്ലോത്ത് കേട്ടോ. അപ്പോൾ അത് മസാലകളൊക്കെ ഇട്ട് ഞാൻ തന്നെ ഒറ്റയ്ക്ക് ചെയ്യുന്നതുകൊണ്ടാണ് ഷെയ്ക്കാവുന്നത്. അങ്ങനെ ഇതാ പൊടികളിട്ട് പുളിവെള്ളം ഒഴിച്ച്, പുളി ഒരു പ്രാവശ്യം ഞാൻ പിഴിഞ്ഞ പുളി തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് അത്ര തോനെയുള്ളത്, അത്രയും അധികം വേണ്ട. ഞാൻ ഒരു പ്രാവശ്യം പിഴിഞ്ഞ പുളി ആയതുകൊണ്ടാണ് 2ാമത് പിഴിയുമ്പോൾ അത്ര അധികം തോന്നുന്നത് കേട്ടോ. അങ്ങനെ തേങ്ങയൊക്കെ ഞാൻ ആദ്യം റെഡിയാക്കി വെച്ചതുകൊണ്ട് ഒന്ന് തിളച്ച് വന്നപ്പോഴത്തേനും നമ്മൾ തേങ്ങ ഇട്ട്, വേണ്ട ആദ്യം ഒന്ന് വഴറ്റിയതായതുകൊണ്ട് അധികം വേവിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതാ നമ്മൾ കറി റെഡിയായി. അപ്പോൾ കാണുന്നവരെല്ലാവരും എന്തെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ ഏതുപോലത്തെ വീഡിയോസാണ് ഞാൻ ഇടേണ്ടത് എന്നൊക്കെ കമൻറ്റ് ചെയ്താൽ നമ്മൾ അതിനനുസരിച്ച് ഇടാൻ നോക്കാം. അപ്പോൾ താങ്ക് യു.